ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയാണ്, അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മഴ സമയത്ത് നമുക്ക് ചെടികൾ കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. എല്ലാ ചെടികളും നടാൻ പറ്റിയ സമയമായിരിക്കത്തില്ല, കാര്യം നല്ല മഴയത്ത് ചിലതൊക്കെ അവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുന്നതിൻ്റെ അല്ല, നോർമലി നമ്മുടെ ചെടികൾ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മെയിൻ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ഡോളാണ്. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറായിട്ട് നമുക്ക് അകത്തും അതേപോലെ പുറത്തും വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് തൈ കിളിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചൈന ഡോളാണ് ഇതാ ഈ നിൽക്കുന്നത്. കണ്ടോ, നല്ല പ്ലാസ്റ്റിക് ഇല പോലെ ഇരിക്കും. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല ഇൻഡോറായിട്ട്. ഇതിപ്പോൾ ഒരു തണലത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. കണ്ട, നല്ല ഡാർക്ക് കളറാണ്. അപ്പോൾ ഇത് തണലത്തിരുന്നാൽ ഈ ഒരു കളർ കിട്ടും, വെയിലത്തിരുന്നാൽ ഇതിൻ്റെ കളർ ചെറിയ വേരിയേഷൻ വരും, അത് ഒരു ലൈറ്റ് കളറിലോട്ട് പോകും. ഇത് കണ്ട. അപ്പോൾ ഇതിൻ്റെ തൈ എങ്ങനെ നമുക്ക് എളുപ്പം പ്രൊപ്പഗേഷൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. 1-1.5 കൊല്ലത്ത് പിടിക്കുന്നതാണ്. അപ്പോൾ നല്ലപോലെ വളർന്ന് പോയി. അപ്പം ആക്ച്വലി ഇത് നമ്മൾ ഹാഫ് വെച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് ബുഷായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നീണ്ടുപോയി. അപ്പം നമ്മളിത് കറക്റ്റായിട്ട് നേരത്തെ തന്നെ ഇത് പ്രൂൺ ചെയ്യണം, എന്ന് വെച്ചാൽ കുറച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൽ നിന്ന് നല്ല ബ്രാഞ്ചസ് വന്ന് തിക്കാവും. ഇത് പക്ഷെ നല്ല കളറാണ്. ഇതിൻ്റെ പുളിയുടെ ചവിട്ടി ഞാൻ വെച്ചേക്കുന്നതുകൊണ്ട് ഇതിന് നല്ല ഷെയ്ഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറായിട്ട് അകത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഞാൻ ആൾറെഡി ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ ഇതേ സ്റ്റെമ്മൊക്കെ പൊട്ടിക്കളിക്കാൻ വേണ്ടിയും പിന്നെ നമുക്കത് തൈ റെഡിയാക്കാൻ വേണ്ടിയാണ് ഇതിൽ നിന്ന് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഇതേപോലെ ഒരു എടുക്കുക. കണ്ടോ, ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടോ, ഇതേപോലൊരു സ്റ്റെം എടുത്ത് ഇതിൽ നിന്ന് നമ്മളൊരു 4-5 ലീഫ് താഴെ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇവിടം വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതി. ഒരു 5 മാക്സിമം 5-7 ഇതൊക്കെ മതി. ഉണ്ടോ, ഇത്രയും നീളം വേണം. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് ഇത് പ്രൊപ്പഗേഷന് നല്ലതാണ് ഈ ഒരു സ്റ്റെമ്മ്. അപ്പോൾ നമ്മളിത് ഈ ഒരു മണ്ടയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത്രയും നീളമുണ്ട്. ഒരു 2 കൈയുടെ വലിപ്പമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇത്രയും നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടുള്ളതാണ്. കണ്ടോ, ഇത്രയും കട്ടിങ്സ് നമ്മളിപ്പോൾ എടുത്തതാണ്. 1, 2 ഇത്രയും മതി കട്ടിങ്സ്. നമുക്ക് കിളിപ്പിക്കാൻ ഇത്ര മതി. ഈ കൈയുടെ വലിപ്പത്തിന് മുകളിലായിരിക്കണം. അത്യാവശ്യം ഒരു നീളം വേണം. ഉണ്ടോ, ഇത്രയും നീളം വേണം. 2 കൈപ്പത്തിയുടെ വലിപ്പം. അപ്പോൾ ഇത്രയും വേണം. ഇതും നമ്മൾ എടുത്തതാണ്. കണ്ടോ, ഇത്രയും മതി. അപ്പോൾ ഈ ഒരു ടൈപ്പ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ലീവ്സ് കട്ട് ചെയ്ത് കളയണം നമ്മൾ. ഇതേപോലെ ഇത് താഴെ ലീഫില്ല, ഇതിവിടെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം. എഡ്ജ് ചെത്തി വൃത്തിയാക്കി ജസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ കുത്തി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് നല്ലപോലെ കിളിച്ച് വരും. പക്ഷേ ഇത് തണലത്ത് വെക്കണമെന്ന് മാത്രം. നമ്മളിപ്പോൾ ഈ സമയത്ത് മഴയത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ കിളിച്ച് വരും. അപ്പോൾ ഇത് വെക്കേണ്ട സ്ഥലം നല്ല തണലുള്ളിടത്തായിരിക്കണം. കാര്യം ഡയറക്റ്റ് വെള്ളം വീഴാത്ത ഏതെങ്കിലും മരത്തിനടിയിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ചെത്തി എഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പ്ലാന്റ് ചെയ്ത് വെച്ചാൽ മതി തണലത്ത്. ഇതേപോലെ നമ്മളിതേപോലെ ജസ്റ്റ് നല്ലൊരു പോട്ടിംഗ് മിക്സിൽ നട്ട് വെക്കുക. നമുക്ക് 2-3 സ്റ്റെമ്മൊക്കെ വെക്കാം. കിളിച്ച് കഴിയുമ്പോൾ മാറ്റണമെന്ന് ഉള്ളതേ ഉള്ളൂ. മാക്സിമം 1 വെച്ചാൽ മതി ഒരു പോട്ടിൽ. ഞാൻ പിന്നെ പോട്ടിൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഒന്ന് അമർത്തി കൊടുക്കുക നല്ലപോലെ. 3 മതി, കൂടുതൽ വെക്കണ്ട. നമ്മളൊരു 3 ഇതിൽ വെച്ചേക്കുന്നത്. ഇത് എന്നിട്ട് ഈ 3 നമ്മൾ നല്ല തണലത്ത് വെക്കണം. വെയിൽ കൊള്ളുകയും ചെയ്യും. അപ്പം ഒന്നി നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ അടിയിൽ എങ്ങാനും വെച്ചാൽ മതി. ഞാൻ എന്താ ഇവിടെ ആൾറെഡി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വെക്കുക. അപ്പം നമ്മൾ നേരത്തെ കിളിപ്പിച്ചെടുത്തതാണ് ഇത്. കണ്ടോ, നല്ലപോലെ കിളിച്ച് വന്നില്ലേ. ഇതൊക്കെ നമ്മൾ നേരത്തെ കിളിപ്പിച്ചെടുത്തതാണ്. ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, ചൈന ഡോളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇത് കിളിച്ച് ഒരു 10-20 ദിവസത്തിനകത്ത് ഇത് കിളിച്ച് സെറ്റ് ആയിക്കോളും. നമ്മളൊരു ഷെയ്ഡ്, നല്ല ഷെയ്ഡിൽ വെക്കണം.
അപ്പോൾ ഇവിടെ നല്ല മാവും ഇലകളും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒതുക്കി വെച്ചേക്കാണ്, വെയിലും വീഴത്തില്ല വലുതായിട്ട്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് വെച്ചാൽ ഇത് കിളിച്ച് നല്ലപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചൈന ഡോള് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്ര എളുപ്പ പരിപാടിയില്ല. ജസ്റ്റ് മണ്ട കട്ട് ചെയ്ത് വെച്ചാൽ മതി. നല്ല തണലത്തും ഈ മഴ സമയമാണ് ഇതിന് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ആൾറെഡി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ ഇതിലൊക്കെ ഞാൻ കുത്തിപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചതാണ്. ഇത് കണ്ടോ, അത് കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക, നല്ലൊരു ഐഡിയ ആണ്. മഴ സമയത്ത് ഏറ്റവും ബെറ്ററാണ് ചൈന ഡോള് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചൈന ഡോൾ എല്ലാവർക്കും എളുപ്പം കിളിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാവരും കിളിപ്പിച്ച് നോക്കുക. മാക്സിമം നമുക്ക് ഇൻഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് നല്ലപോലെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണമാണ് ചൈന ഡോള്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇലയൊക്കെ നമ്മൾ ചെറിയ എണ്ണമയം വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ല പ്ലാസ്റ്റിക് ഇല പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ചൈന ഡോള്. അപ്പോൾ എല്ലാവരും ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ കൂടുതലാക്കാൻ ശ്രമിക്കുക. അപ്പം ഹാപ്പി ഗാർഡനിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, ബൈ.